ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം സ്വാഗതം. ബ്രസീലുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുമായിട്ട് വരാൻ പോന്നിട്ടുള്ളത് ബ്രസീലിന്റെ ഹെഡ് കോച്ചായ ആൻസലോട്ടിയുടെ കീഴിൽ ബ്രസീൽ 4 മത്സരങ്ങളാണ് കളിച്ചത്. 2 വിജയങ്ങൾ ആൻസലോട്ടിയുടെ കീഴിൽ ബ്രസീൽ നേടിയെടുത്തപ്പോൾ ഒരു മത്സരം പരാജയപ്പെടുകയും ഒരു മത്സരം സമനിലയാവുകയും ഉണ്ടായത്. ഇപ്പോൾ ഇതാ ESPN കൊടുത്ത അദ്ദേഹത്തിന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു, താൻ ദീർഘകാലം ബ്രസീലിന്റെ ഹെഡ് കോച്ചായി തുടരുവാൻ ആഗ്രഹിക്കുന്നു. താൻ 2023 മുതൽ ബ്രസീലിന്റെ ഹെഡ് കോച്ചായി വരുവാൻ ആഗ്രഹിച്ചിരുന്നു. താനും തന്റെ ഫാമിലിയും ഇവിടെ ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ ആൻസലോട്ടി പറയുന്നത്. താൻ ഇപ്പോൾ 1 വർഷത്തെ കോൺട്രാക്റ്റിലാണ് വന്നിട്ടുള്ളത്. തന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ 1 വർഷത്തെ കോൺട്രാക്റ്റിലാണ് താൻ ഉള്ളത്. ഇപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റാണ് CBF നൽകുവാനായി സാധിക്കുള്ളൂ. വേൾഡ് കപ്പിലെ തന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്തുകൊണ്ട് CBF ആയിരിക്കും ഈ കാര്യത്തിൽ തീരുമാനിക്കുക. താൻ 2030 വേൾഡ് കപ്പ് വരെ താൻ ഇവിടെ തുടരുവാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിനോട് താൻ പരിശീലിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്ലേയേഴ്സിന്റെ പേര് ചോദിച്ചപ്പോൾ ആഞ്ചലോട്ടി പറയുന്നു, താൻ ടോട്ടിയെയും നെയ്മറിനെയും പരിശീലിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ തനിക്കിപ്പോഴും നെയ്മറിനെ പരിശീലിപ്പിക്കുവാനുള്ള അവസരമുണ്ട് എന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പറയുന്നത്. നെയ്മർ എന്ന് പറയുന്നത് എക്സെപ്ഷണൽ ടാലന്റ് ആണ്. അദ്ദേഹത്തെ പരിശീലിപ്പിക്കുവാൻ തനിക്കിപ്പോൾ അവസരമുണ്ട് എന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പറയുന്നത്. വരും കോളപ്പിൽ നെയ്മർ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ ഈ ഒരു സൂചന പ്രകാരം ബ്രസീലിലെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്.